ഇന്നലെ വന്നാലേ ഇതിലേ അല്ല പോവാ. ഹലോ, ഞങ്ങള് ഇത്തവണ ഓണം ഷോപ്പിങ്ങിന് വന്നു. ഇത്തവണയും ഞങ്ങള് ഓണം നാട്ടിലില്ലാത്തത് കൊണ്ട് വീട്ടിൽ ആഘോഷിക്കാം എന്നുള്ള പ്ലാനിലാണ്. സോ ബേസിക്കലി കഴിഞ്ഞ തവണ ഔട്ട് ഓഫ് ഓവർ കോൺഫിഡൻസ് ഞങ്ങളുടെ പ്ലാനൊക്കെ ക്യാൻസൽ ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ തന്നെ സദ്യ ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്തു. ആൻഡ് ദാറ്റ് വാസ് ലൈക്ക് വെരി വെരി അബ്രപ്റ്റ് പ്ലാൻ. ആൻഡ് അത് ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു. നോട്ട് സക്സസ്ഫുൾ, അറ്റ്ലീസ്റ്റ് വി വർ സോ ഇറ്റ് വാസ് നോട്ട് എ ഫെയിലിയർ ബേസിക്കലി. സോ ഫസ്റ്റ് ടൈം ആയിരുന്നു ഞങ്ങൾ സദ്യ ഇത് ചെയ്തത്. അപ്പൊ അത് സെറ്റായി. അപ്പൊ ഇത്തവണയും ഞങ്ങൾ അതുപോലെ ഓണത്തിന് ആ ഒരു കോൺഫിഡൻസിൽ, ആ ഒരു സക്സസ് ആയതിന്റെ ഒരു ഇതിലും ഞങ്ങൾ ഇത്തവണയും വീട്ടില് തന്നെ ഓണം ആഘോഷിക്കാം എന്നുള്ള പ്ലാനിലാണ്. സോ ഞങ്ങൾ ഷോപ്പൊക്കെ ചെയ്തു. ഫുൾ ഓൺ അത്തപ്പൂവിന് ഇന്ന് തന്നെ. ഇത് ആക്ച്വലി 2 days മുന്നേ. ഞാൻ മറ്റന്നാളെയാണ് ഓണം. അപ്പൊ ഞങ്ങക്ക് നാളെ ഇനിയിപ്പം എന്തെങ്കിലും മിസ്സാവുകയാണെന്നാണെങ്കിൽ നാളെ വന്ന് മേടിക്കാലോ. അപ്പം ഇത് ഞങ്ങള് വെള്ളത്തിലിട്ട് വെച്ചിരിക്കും. ഇവിടെ പിന്നെ ഈ പൂക്കളെ കിട്ടുള്ളൂ. അത് പിന്നെ ബാക്കിയുള്ള അല്ലറ സാധനങ്ങളൊക്കെ മേടിച്ചു. സോ ഹോപ്പ്ഫുള്ളി ഇത്തവണ നന്നായിരിക്കും എന്ന് ഉള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഞങ്ങള് മുന്നോട്ട് പോകുന്നത്. എന്റെ കഴിഞ്ഞ വർഷത്തെ ഓണവും നന്നായിരുന്നു. സോ ഇത്തവണയും നന്നായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. ഓണം പ്രിപ്പറേഷൻസ് തുടങ്ങി. ഒരു സാമ്പാറിനും കൂടി ഇട്ടോ. സാമ്പാറിന്റെ കറക്റ്റ്. This color we have no more. What we will do in this color? It's either this color we will keep here. This purple, this color one with it. Opposite. ഇതിന്റെ കളം വരയ്ക്കണം. No, ഇത് മറ്റേ കവടി നിരക്കാതെ പോലെ ഉണ്ടല്ലോ മറ്റേ കഴിഞ്ഞ തുടങ്ങിയതല്ലേ ഉള്ളൂ. കഴിഞ്ഞ തവണ കുറച്ചായിട്ട്, ഇത്തവണ പിന്നെ കുറച്ച് കോൺഫിഡൻസ് കൂടുമ്പോ നമ്മള് അങ്ങനെയുള്ള പരിപാടികളിലേക്ക് ഒന്നും ചെയ്യത്തുള്ളൂ. ലെറ്റ്സ് സീ. ഇന്നിപ്പോ പച്ചക്കറിയൊക്കെ അരിഞ്ഞിട്ട് വേണം ബോളി ഉണ്ടാക്കാൻ. ഇത്തവണ ഞാൻ ബോളി മേടിച്ചില്ല. കഴിഞ്ഞ തവണ ബോളി മേടിച്ചു. സോ ഇത്തവണ ഇനിയിപ്പോ ബോളി ഉണ്ടാക്കണം. സോ ഹാവ് ടു സീ ഹൗ ഇറ്റ് ഗോസ്. പിന്നെ അച്ചാർ ഉണ്ടാക്കണം. ഇത് അമ്മമ്മ തന്നുവിട്ട അച്ചാറാണ്. അപ്പം ഇത് നാരങ്ങ, ഇത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് തിളപ്പിക്കാനാണ് അമ്മ പറഞ്ഞത്. ദിസ് ഇസ് ഉണക്ക നാരങ്ങ. പിന്നെ ഇഞ്ചിയുണ്ട്, ഇഞ്ചിപ്പൊടിയുണ്ട്. അപ്പം അത് വെച്ച് തന്നെ ഇഞ്ചിക്കറി ഉണ്ടാക്കും. സോ How you will cook it? not puran bol exactly, dude. It's like how we paratha, right? Not maida, then stuff. So same See, you guys will do it with lot of other things. Now we will just put this dal and this maida, salt. Only this way we will add some sugar, ghee, put it inside, roll it. That's This is a ചില സ്ഥലത്ത് കുട്ടിനെ ഇങ്ങനെ തലച്ച് ഓളി മാവതേ കുഴച്ച് കൊണ്ടിരിക്കുന്നു. നോക്കട്ടെ, വരുമോ നോക്കട്ടെ. മറ്റേ ഞാനിടും എല്ലാത്തിനും. ഇത് ഉണ്ടാക്കുന്ന ഇതിന് തടുക്ക പകുതി കുറച്ച് ഒഴിച്ച് ഇങ്ങനെ വെക്കുക. എന്ത് നാരങ്ങ? ഇത് നാരങ്ങക്ക് ഇതിടുന്ന നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നാരങ്ങ ജസ്റ്റ് ഒന്ന് താളിച്ചിട്ട് ബാക്കി നമുക്ക് ഇഞ്ചിക്കൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ടി വച്ചിരിക്കുവാണ്. ഇഞ്ചിക്കൂട്ടാൻ നമ്മള് ഇഞ്ചിപ്പൊടി ഇതായിരിക്കുന്ന നമ്മൾ നൈസായിട്ട് അരച്ച് ഇത് ജസ്റ്റ് നമ്മള് തട്ടിക്കൂട്ട് ഇഞ്ചിക്കറിയാണ്. ലാസ്റ്റ് നമ്മൾ പോയിട്ട് തന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇഞ്ചിപ്പൊടി വെച്ചിട്ടുള്ള ഇഞ്ചി കൂട്ടാനാണ്. ഇവിടെ ഉള്ളതൊക്കെ ടേസ്റ്റ് തന്നെയുള്ളതൊന്നും കുഴപ്പമില്ല. ഒത്തന്റിക് ആണ്. നമ്മൾ ഉണ്ടാക്കുന്ന തട്ടിക്കൂട്ട് പരിപാടിയല്ല. മാങ്ങക്കറി, മാങ്ങക്കറി ഇസ് ഇൻ പ്രോഗ്രസ്.
മാങ്ങാച്ചാർ റെഡിയായി. ഇതിപ്പോ വെള്ളം കൂടി പോയി. ഗീ ആണോ? ബോളി വാങ്ങാത്തത് കൊണ്ട് മാത്രം പണിയെടുക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ ബോളി വാങ്ങിച്ച കാര്യം ഞാൻ മറന്നുപോയി. ഇത്തവണ അപ്പൊ ഞാൻ വാങ്ങിച്ചില്ല. അപ്പം ഇത്തവണ പുതുതായിട്ടാ, ഇത്തവണ വി വിൽ ബി ഇൻട്രൊഡ്യൂസിങ് ബോളി. ബോളി ഫുൾ റെഡിയായി. ഞങ്ങൾ ഒന്നും കഴിച്ചു നോക്കിയില്ല. നാളെ ഇനി കഴിക്കാൻ. കാരണം ഓൾമോസ്റ്റ് 11:30 കഴിഞ്ഞു. ഇനി കഴിക്കാനായിട്ടൊരിതില്ല. ഇത് കവർ പച്ചക്കറി എല്ലാം ഇതിനെ അടച്ചു വെക്കണം. ഇവിടെ വലിയ ഇതൊന്നും വരാത്തോണ്ട് കുഴപ്പമില്ല. ഇത്രയൊക്കെ തന്നെ ഓൾമോസ്റ്റ് ക്ലീൻ ചെയ്തു എല്ലാം. രാവിലെ എഴുന്നേറ്റ് ചെയ്യാൻ. They are going. നെക്സ്റ്റ് ഡേ മോർണിംഗ് എഴുന്നേറ്റു. കടലയും പരിപ്പും ഒക്കെ വേവിക്കാൻ വെച്ചു. ഈ വീഡിയോസിനൊക്കെ ബാക്കിൽ ഞാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും റെക്കോർഡായിട്ടില്ല, വിച്ച് ഈസ് വെരി സാഡ്. അതുകൊണ്ടാണ് ഇപ്പോൾ വോയിസ് ഓവർ ഇടേണ്ടി വന്നത്. പിന്നെ ഇത് തേങ്ങ അരയ്ക്കുന്ന എല്ലാത്തിനും കൂടെ ഒന്നിച്ച് അരച്ചു വെക്കാമെന്ന് വിചാരിച്ചിട്ട് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും ഇട്ട് അരച്ചു വെച്ചു. ഈ ക്യാബേജ് തോരനാണ് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. Are your hands working? Yes, sure. No, Divya is only doing the process from past 2 hours. I did all of that. Hey, you did yellow only, na? Yellow, This red, was done white. before. This you only already done. That's easy. I did a Flower, you said not to have. Okay. ക്യാബേജ് തോരൻ റെഡിയായി. പരിപ്പ് ദേ ആയിക്കൊണ്ടിരിക്കുന്നു. ലേറ്റ് ആവുന്ന പോലെ തോന്നുന്നുണ്ട്. ലെറ്റ്സ് സീ. Guys, How is it? it's so good, dude, from photo. Is it tough? Yeah. Sherry is in progress and pineapple pachadi is also in progress. കൂട്ടുകറി ഞാൻ പാത്രത്തിലാക്കി വെച്ചു. സോ ഇനി കടു വറക്കുമ്പോൾ ഇതിൽ കടു വറുത്തിടാം എന്നുള്ള രീതിയിൽ എല്ലാത്തിനും ഒന്നിച്ച് കടു വറക്കാമല്ലോ. സോ ദാറ്റ്സ് ദ പ്രോഗ്രസ്. ഫ്രൈ ചെയ്തിട്ട് ഇതിലോട്ടിടാം എന്നുള്ള രീതിയിലാണ്. ഇത് ശരിയായിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് ഇത് പൈനാപ്പിൾ പച്ചടി ജസ്റ്റ് തേങ്ങയും കൂടെ ആഡ് ചെയ്ത് ഞാൻ വെച്ചു. സോ അതിനിപ്പോൾ ആയിക്കഴിഞ്ഞിട്ട് തൈരും ഒഴിച്ച് കീപ്പിട്ട് സൈഡ്. പിന്നെ ലാസ്റ്റ് തടുക്ക ചെയ്യും. പിന്നെ രാവിലെ പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് പുട്ടിന് മാവാക്കി വെച്ചിരിക്കുന്നു. സാമ്പാർ ആയി കഴിഞ്ഞിട്ട് പുട്ട് സാമ്പാറും കഴിക്കാമല്ലോ. ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾ പുട്ടുണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നു. സാമ്പാർ ആവുന്നുണ്ടല്ലോ. ഇത് പാത്രം വെച്ചു. ഇത് വലുതായിട്ട് തന്നെ അങ്ങ് ഉണ്ടാക്കാം. പുട്ട് റെഡിയായി. ചായ ആയിക്കൊണ്ടിരിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇനി ബാക്കി പരിപാടി ചെയ്യാം എന്നുള്ള പ്ലാനിലാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇനി അവിയൽ ഉണ്ടാക്കാൻ പോവാണ്. അവിയലും ബീറ്റ്റൂട്ടും കൂടെ ബാക്കിയുണ്ട്. അപ്പൊ അതും ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം പായസം തുടങ്ങാൻ. ഓൾമോസ്റ്റ് 11 o'clock അല്ല 12 ആവാൻ തോന്നുന്നു. ഹോപ്പ്ഫുള്ളി എല്ലാം പെട്ടെന്ന് തീർന്നാല് നമുക്ക് പെട്ടെന്ന് കുളിച്ച് പെട്ടെന്ന് സാരി ഉടുത്ത് പെട്ടെന്ന് റെഡിയാവും. അവിയൽ ഇസ് ഇൻ പ്രോഗ്രസ്. ബീറ്റ്റൂട്ട് കറി ഇസ് ഇൻ പ്രോഗ്രസ്. പരിപ്പ് പായസത്തിന്റെ പരിപ്പ്. ഇനി അടുത്ത് പാലട ഉണ്ടാക്കണം. സോ ലെറ്റ്സ് സീ. കഷ്ടപ്പാടാണോ ചക്കരെ?
ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ വിചാരിച്ചില്ല ശരിക്കും ഒരു അത് ആക്ച്വലി ഹാഫ് ആൻഡ് അത്തപ്പൂ അല്ലാണ്ട് ഒരു അത്തപ്പൂ ഇടുന്നു ഇത്രയും പാടാണെന്ന്. ഓൾമോസ്റ്റ് എത്ര മണിക്കൂർ? 8:30 അല്ല 7:30 8 9 10 11 11:30 4:30 മണിക്കൂറായി. അതും ഇത്രയും കുഞ്ഞത്തും. ഇത്രയും ചെറിയ അത്തപ്പൂ ഇടാൻ എങ്ങനെ ചെയ്യുന്നു? ലൈക്ക് ടു പീപ്പിൾ ജോബ് അല്ല എന്നാണ് അതിന്റെ അർത്ഥം. ബീട്രൂട്ട് തോരനാണോ? അല്ല, ഓണം ചെവനും ആഘോഷിക്കും തേച്ചിയും കൊടുത്തതാണ്. ഞാനത് ജസ്റ്റ് കൈ ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോലും അല്ല ഞാൻ ഇതിന്ന് ചെയ്തത്. പെട്ടെന്ന് ഇതായി ചക്കര ഫുൾ വൃത്തിയാക്കേ. എണ്ണ കിട്ടാതിരിക്കാൻ വേണ്ടിയാണെന്ന് വിചാരിക്കാം. ഇതിലൊക്കെ വീണ് ഫുൾ വൃത്തിയാക്കി ചക്കര. പരിപ്പ് പ്രഥമൻ മിസ് ഹാപ്പിന് ശേഷം അടുത്തതായി നമ്മൾ അവതരിപ്പിക്കുന്ന റൈസ് പാലട. പക്ഷെ ഞാനത് എങ്ങനെയോ സേവ് ചെയ്തു. ലൈക്ക് കുറച്ച് പരിപ്പ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോ സോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഓഫ് ദി കിച്ചൺ ഇസ് ദിസ്. ബട്ട് സദ്യ ഉണ്ടാക്കുമ്പോൾ ആൻഡ് ദിസ് ഇസ് അവർ ലൈക്ക് ഇനീഷ്യൽ ബിഗിനേഴ്സ് സദ്യ ആയതുകൊണ്ട് ഇതേപോലത്തെ മിസ്ഹാപ്സ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. ബട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ. പാലട ഉണ്ടാക്കണം. അവിയലാവുന്നില്ല ആക്ച്വലി. ഇതൊക്കെ വെന്ത് എത്തുന്നില്ല. പാലട റെഡിയായി. ആക്ച്വലി രസവും റെഡിയായി. ഞാൻ അതങ്ങ് കൊണ്ടുവച്ചു. ഇതിന് മോരിനായിട്ട് ജസ്റ്റ് മോരും കുറച്ച് ഇഞ്ചിയൊക്കെ ആയിട്ട് വെച്ചത്. പരിപ്പ് പ്രഥമനായി. പിന്നെ ഇത്ര തന്നെ. ഇനി പപ്പടം കാച്ചണം. ജസ്റ്റ് എണ്ണയാക്കിയിട്ട് കാച്ചിട്ട് അത്ര തന്നെ. പിന്നെ ബാക്കി റെഡി ആവാനുള്ള പരിപാടിക്കാണ്. സാരി എടുത്ത് മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുവാണ്. മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്. വേഗം തീരട്ടെ എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് 3 o'clock ഒക്കെ കഴിഞ്ഞു. 4 o'clock ഇങ്ങനെ തീർന്നാൽ കൊള്ളാം. റെഡിയായി. സിമ്പിളായിട്ട് റെഡിയായി. എല്ലാം കടമ്പന്റെ സാധനങ്ങളാണ്. സദ്യക്ക് നമ്മൾ തുടങ്ങാം ഒരു സൈഡിൽ നിന്ന്. പക്ഷെ ബാക്കിയൊന്നും എടുത്തോണ്ട് വന്നില്ല. But that's all right. This is Bowli. This is കിച്ചടി. കുക്കുംബർ കിച്ചടി. ബീട്രൂട്ട് കറി എന്തോ ആയിപ്പോയി. And this is അവിയൽ. This is pineapple പച്ചടി. This is cabbage തോരൻ. This is പരിപ്പ് കറി. This is എരിശ്ശേരി. എരിശ്ശേരി കുറച്ചുകൂടെ വെള്ളമായിട്ടിരിക്കുന്നു അല്ലേ? This is കൂട്ടുകറി. This is സാമ്പാർ. ഇപ്പോഴും കുറച്ച് ചൂടുണ്ട് എല്ലാത്തിനും. This is നാരങ്ങ, ഇഞ്ചിക്കറി, മാങ്ങ, ചക്രവരട്ടി. And this രസം, chips. And then this is our infamous പപ്പടം. ബട്ട് പായസം രണ്ടും കിച്ചണിൽ തന്നെ ഇരിക്കുകയാണ്. അയ്യോ ഇതുണ്ടാക്കിയില്ല. മോര്. Let me prepare more and bring it. Okay, I have something to do now. എല്ലാം നേരത്തെ എടുത്ത് വെച്ചത്. അനുവിന് നേരത്തെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടാ. അപ്പൊ ഞാൻ എല്ലാം എടുത്തേക്ക് വെച്ചിട്ട് നമ്മള് വീട്ടിൽ പ്രിപ്പയർ. പക്ഷെ ഇപ്പൊ എന്തായാലും അനു ബിസി ആയ സ്ഥിതിക്ക് നമ്മളിപ്പോൾ അതങ്ങ് ആക്കിയ കാര്യം തീരുമല്ലോ. മുളക് ജസ്റ്റ് ഞാൻ എൻ്റെ രീതിയിൽ കട്ട് ചെയ്തങ്ങ്. പായസമാണല്ലേ? ദാറ്റ് ഇസ് പരിപ്പ് പ്രഥമൻ. ആൻഡ് ദിസ് ഇസ് പാലട.
Hopefully it will come good. ഇഞ്ചി ഇട്ടു ഓൾറെഡി. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഞെവടി കൊടുത്തു, കട്ട് ചെയ്ത ബാക്കി ഇത്രയും തൈരുള്ളൂ. സോ ഐ ജസ്റ്റ് ആഡിങ് ഓൾ ദി യോഗട്ട്. ഇച്ചിരി ഉള്ളൂ, വെള്ളം കഴിച്ചായ ആക്കിയില്ല, കാരണം നിറയെ കറി ഉണ്ടല്ലോ. ഇവരൊന്നും അങ്ങനെ അധികം ഫുഡ് കഴിക്കാത്ത ആൾക്കാരാണ്, മറ്റേ തൊട്ടും തലോടിയും. അപ്പൊ പിന്നെ നമ്മള് മോര് വേണം എന്നാൽ പുളിശ്ശേരി ആക്കിയില്ല നമ്മൾ, കാരണം മോര് കറി മതി എന്ന് പറയുന്നൊരു മോരെന്ന് പറയുമ്പോൾ പേരല്ലേ. നല്ല എരിയുണ്ട് ആണോ? പോവോ ഇനി? അല്ലെ കുറച്ചു നേരം അങ്ങനെ ഇരിക്കട്ടെ, ഇപ്പൊ വിളിച്ചു എന്തോ waiting. But a bright reddish type, all this kind of thing, price is not choosing for that. This is lemon, right? എടുക്കാം. സദ്യയൊക്കെ കഴിഞ്ഞു. അതെ, ഞങ്ങള് സീറ്റ് പിടിച്ചു. ആക്ച്വലി നല്ലായിരുന്നു സദ്യ ആക്ച്വലി. പിന്നെ കുറച്ച് ലേറ്റായി പോയി, ഒരു 5-6 മണിയായി ആക്ച്വലി. 3 മണിയൊക്കെ കഴിഞ്ഞു ഫുഡായി കഴിഞ്ഞപ്പോഴേക്കും. പിന്നെ റെഡിയായി, ഫോട്ടോ ഒക്കെ എടുത്ത് ഒരുങ്ങി കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കണമല്ലോ, അപ്പൊ അതൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും ഇച്ചിരി കൂടെ ലേറ്റായി. പക്ഷെ ഇറ്റ് വാസ് ഫൺ. ഓണം എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഓണം ആഘോഷിക്കണമല്ലോ. നമ്മളിപ്പം പ്രവാസികളായ സ്ഥിതിക്ക് നന്നായിട്ട് ഓണം ആഘോഷിക്കണമല്ലോ. സോ നല്ലൊരു ഓണമായിരുന്നു ആക്ച്വലി. ഇനി കുറച്ച് നേരം കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഫുഡ് കുറേ ഇതേ ബാക്കിൽ ഇരിപ്പുണ്ട്, അതൊക്കെ പാക്ക് ചെയ്ത് പറഞ്ഞു വരണം. സോ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുവാണ്. ലെറ്റ്സ് സീ. ഒരാള് പണി തുടങ്ങി. എന്ത് പറ്റിയടാ? ഹലോ, അങ്ങനെ ഓണം കഴിഞ്ഞു. ലാസ്റ്റ് ഫുൾ ടയേർഡായി. കുറേ എല്ലാവർക്കും വർക്ക് ഉണ്ടായിരുന്നു. കുറേ നേരം അവരൊക്കെ വർക്ക് ചെയ്യാൻ പോയി. ഞാൻ പിന്നെ കുറേ നേരം ഫോണൊക്കെ കുത്തിക്കൊണ്ടിരുന്നു. പിന്നെ ഇതാ കുറേ നേരം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറേ നേരം ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, മറ്റേ റീൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഇത്തവണത്തെ ഓണവും കഴിഞ്ഞു. ഇറ്റ് വാസ് സോ ഫൺ. ഇനി നെക്സ്റ്റ് ഇയർ തന്നെയാണ് അടുത്തോണം എങ്ങനെയാവും, എവിടെയായിരിക്കും എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഹോപ്പ്ഫുള്ളി തിങ്സ് ആർ ഗുഡ് നെക്സ്റ്റ് ഇയർ ആസ് വെൽ. ബട്ട് ഈ വർഷം നല്ലൊരു ഓണമായിരുന്നു. പ്രതീക്ഷിക്കുന്നേക്കാളും നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി. സദ്യയൊക്കെ വെച്ച് അത്തപ്പമൊക്കെ ഇട്ട് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് വർക്കിംഗ് ഡേ അല്ല, അപ്പം അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. ഞാൻ ലീവ് എടുത്തു ഇന്ന്. അനു ലീവായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം പണിയെടുത്തു, കുറച്ച് നേരം
ഓണം ആഘോഷിച്ചു. 5 ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ സദ്യ കഴിച്ചു തുടങ്ങിയപ്പോഴേക്കും. ആക്ച്വലി ഒരുങ്ങിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നല്ല ലേറ്റായി. അപ്പം അങ്ങനെയായിരുന്നു സംഭവം. ഇറ്റ് വാസ് ഫൺ. സോ പിന്നെന്താണ്, വേറെ ഒന്നുമില്ല. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.